ഹലോ വെൽക്കം ടു അഖിലാസ് വ്ലോഗ്സ് ആൻഡ് വോഗ്. കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത് ഒരു ഓണം ഔട്ട്ഫിറ്റിൻ്റെ ലുക്കായിരുന്നു. അപ്പോൾ അതിൽ ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് കിടക്കാം. വേഷ്ടിയുടെ മേളിൽ നിന്ന് ഞാനിങ്ങനെ 4 ലെയറായിട്ടൊരു പീസ് മുറിച്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നേ മാർക്ക് ചെയ്തേ ഉള്ളൂ. എങ്ങനെ എടുത്തു എന്ന് വീണ്ടും കാണിക്കാം. ഇത് 4 ലെയർ ഉണ്ട്. നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് 4 ലെയറായിട്ടാണ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ളത്. ടോപ്പിന് മൊത്തം വേണ്ട ലെങ്ത്തിലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒരു വര വരച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് തുമ്പ് 1/2 ഇഞ്ച് വിട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ടാണ് മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ ആം ഹോളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, ആം ഹോളിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും 6.5 എടുക്കാറുള്ളൂ. അപ്പോൾ ഒരു 6 to 7 ഉള്ളിൽ വന്നാലൊക്കെ എനിക്കത് കറക്റ്റാണ്. അപ്പോൾ 6.5 എടുത്തിട്ട് അതിൽ ചെസ്റ്റിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യുന്നു. 36 ആണ് എൻ്റെ ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ്. അപ്പോൾ ഞാൻ 9 മാർക്ക് ചെയ്തു, 36/4. ഇനി എനിക്ക് എൻ്റെ ബസ്റ്റ് പോയിൻ്റ് വരുന്നത് ഏത് ലൈനിലാണെന്ന് നോക്കി. അത് ഇറക്കം വരുന്നത് 9.5 ഇഞ്ചസിലാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്തു ആ ലൈന്. എന്നിട്ട് അതിൽ 36 തന്നെ, 36/4 9 തന്നെയാണ് വീണ്ടും ഞാൻ വണ്ണം മാർക്ക് ചെയ്യുന്നത്. ഇനി താഴേക്ക് വേസ്റ്റ് എൻ്റെ വരുന്നത് 13 ഇഞ്ചസിലാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്തു. എന്നിട്ട് വേസ്റ്റ് റൗണ്ട് വരുന്നത് 32 ആണ്. അപ്പോൾ 32/4 8 ആണ് മാർക്ക് ചെയ്തത്. ഇനി ടോട്ടൽ ടോപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ 20 ഇഞ്ചസ് എടുക്കുന്നുള്ളൂ. അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട് തുമ്പിന് വേണ്ടിയിട്ട്. ഇനി താഴെയുള്ള വീതി എന്ന് പറയുന്നത് ഞാൻ 9.75 ഇഞ്ചസ് എടുക്കുന്നുണ്ട്, 9.25 ഇഞ്ച് എടുക്കുന്നുണ്ട്. പിന്നെ താഴെ സ്ലിറ്റ് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് താഴെ നിന്ന് ഇങ്ങോട്ട് മേലേക്ക് ഒരു 2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അത്രയും ലെങ്ത്തിലാണ് സ്ലിറ്റ് കൊടുക്കുന്നുള്ളൂ. ചെറിയ ടോപ്പല്ലേ, അപ്പോൾ അത്ര ലെങ്ത്തിലാണ് കൊടുക്കുന്നത്. അവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ജോയിൻ ചെയ്തിട്ട് മൊത്തം ബോഡി ഷേപ്പ് വരച്ചു കൊടുക്കുക. അതേപോലെ ആം ഹോളും വരച്ചു കൊടുക്കുക. ആം ഹോൾ വരയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഒരു നമ്മൾ ഫോം ചെയ്ത ബോക്സ് കോർണർ ഉണ്ടല്ലോ, അവിടുന്ന് 45 ഡിഗ്രിയിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് കേട്ടോ മേലേക്ക് 45 ഡിഗ്രിയിൽ കറക്റ്റ് നടുക്ക് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ. എന്നിട്ട് ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ കൂടെ പോകുന്ന രീതിയിലാണ് കർവ് വരയ്ക്കുന്നത്. ഞാൻ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് അത് കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ആം ഹോൾ വൃത്തിയായിട്ട് എങ്ങനെ കട്ട് ചെയ്യാം ഫ്രണ്ടും ബാക്കും എന്നുള്ളത്. ഇനി ഞാനിപ്പോൾ സ്ലിറ്റിന് വേണ്ടിയിട്ടുള്ള ഭാഗത്ത് മാത്രം 1 ഇഞ്ച് വീതിയിലാണ്, ഇവിടെ 1 ഇഞ്ച് വീതിയിലാണ് ഞാൻ തുമ്പിട്ട് കൊടുക്കുന്നത്. ബാക്കി ബോഡിയിൽ മൊത്തം 1.5 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആം ഹോളിൽ 1/2 ഇഞ്ച് വീതിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറിൻ്റെ വീതി ഞാൻ 2 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ എനിക്ക് 2 ഇഞ്ച് വീതിയിൽ മതി, അത്രയും വീതിയിലെടുത്തു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നെക്ക് ഞാൻ ഡയഗണലി ഒരു 5.5 ഇഞ്ച് വീതിയിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, 5.5 ഇഞ്ചസിൽ. എന്നിട്ട് അത് ഒരു ബോട്ട് നെക്ക് പോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ബോക്സ് പോലെ ഇങ്ങനെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ട് ജസ്റ്റ് അതിങ്ങനെ റൗണ്ടായിട്ട് ജോയിൻ ചെയ്യണം, ഒരു കർവ് വരച്ച് കൊടുക്കുകയാണ്. അവിടെ ഞാൻ ഇനി 1/4 ഇഞ്ച് വീതിയിലാണ് തുമ്പിട്ട് കൊടുക്കുന്നത്. ആ 1/4 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഷോൾഡർ സ്ലോപ്പ് ഒരു 1/2 ഇഞ്ച് കൂടെ വരച്ച് കൊടുക്കുന്നു, മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് ചെരിച്ച് ഷോൾഡർ മേലെ നിന്ന്, അതായത് ഇന്നർ എഡ്ജിൽ നിന്ന് ഔട്ടർ എഡ്ജിലേക്ക് ചെരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. തുമ്പും അതുപോലെ ചെരിച്ച് വരച്ചിട്ട് ഈ ലൈനിൽ കൂടെ കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. തുമ്പ് മാർക്ക് ചെയ്ത സ്ഥലത്ത് കൂടെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് ക്രീം കളർ കോട്ടൺ ഫാബ്രിക്കിലാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി അതിൻ്റെ തന്നെ അതിനാവശ്യമുള്ള ലൈനിങ് പീസും ഇതേ അളവിൽ സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ രണ്ടിൻ്റെയും ഷോൾഡർ സ്ലോപ്പ് ഞാൻ വെട്ടി കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ വെട്ടി കൊടുക്കുകയാണ്. അവിടെ നമ്മളിങ്ങനെ ചെരിച്ച് വെട്ടി കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇത് ലൈനിങ് ആണ്. ലൈനിങ്ങിൻ്റെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഷോൾഡർ ജോയിൻ ചെയ്തു 1/2 ഇഞ്ച് സീം അലവൻസിൽ. അതേപോലെ നമ്മുടെ ഒറിജിനൽ ക്ലോത്തിൻ്റെയും ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നല്ല വശം ഫേസ് ടു ഫേസ് ആവുന്ന രീതിയിൽ രണ്ടിൻ്റെയും നല്ല വശമാണ് പരസ്പരം മുട്ടി നിൽക്കുന്നത്. അങ്ങനെ ഫ്രണ്ടും ബാക്കും അങ്ങനെ ആക്കി വെച്ചിട്ട് ഷോൾഡർ 2 സ്റ്റിച്ചും, അതായത് നല്ല പീസിൻ്റെയും ലൈനിങ്ങിൻ്റെയും ഷോൾഡറിൻ്റെ സ്റ്റിച്ച് ഒരേ ലൈനിൽ വരത്തക്ക രീതിയിൽ ചേർത്ത് വെച്ചിട്ട് 1/4 ഇഞ്ച് സീം അലവൻസിൽ നെക്കിൻ്റെ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മറച്ചെടുക്കണം. ഇപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല വശം പുറത്തേക്ക് മറയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ആ തുമ്പ്. അപ്പോൾ നമ്മുടെ നല്ല ക്ലോത്തിനെ ജസ്റ്റ് ഇങ്ങനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ലൈനിങ്ങും തുമ്പും കൂടെ ചേർത്തിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. തുമ്പ് നല്ല പീസിലേക്ക് ചേർക്കരുത്, ലൈനിങ്ങിലേക്കാണ് ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് ലൈനിങ്ങിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതിൻ്റെ അതേ എഡ്ജിൽ കൂടെ മേലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ മറച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ആ സ്റ്റിച്ചും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വരും. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തുമ്പിനെ ലൈനിങ്ങോട് ചേർത്തിട്ട് നമ്മൾ ഓൾറെഡി ഇട്ട സ്റ്റിച്ചിൻ്റെ മേലെ കൂടെ ഇട്ടു സ്റ്റിച്ച്.
ഇനി അതിന് ശേഷം നമ്മൾ ഈ കർവല്ലേ, അപ്പോൾ നമുക്കിത് മറിച്ച് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബാക്കി നിൽക്കുന്ന തുമ്പ് മുഴുവനായിട്ടും ഇങ്ങനെ സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ല വശം പുറത്തേക്കാക്കിയിട്ട് മറിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഓൾമോസ്റ്റ് നെക്കും ഷോൾഡറും ജോയിൻ ആയി കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ ടോപ്പിൻ്റെ ഒരു ഷേപ്പായി കിട്ടും. നല്ല തുണി പുറത്തും ലൈനിങ് ഉള്ളിലുമായിട്ട് നെക്ക് വൃത്തിയിൽ മടക്കി അടിച്ചിട്ടുള്ള രീതിയിൽ വൃത്തിയായിട്ട് കിട്ടും. ഇനി ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഷോൾഡർ കറക്റ്റായി പിടിച്ച് നെക്കും ഒന്ന് അലൈൻ ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് നിൽക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആം ഹോളിൻ്റെ എഡ്ജ് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ക്രോസ് പീസുകൾ എടുത്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, 2 ആം ഹോളും. അപ്പോൾ അതിനിതാ ഇങ്ങനെ ക്രോസ് പീസ് എന്ന് പറഞ്ഞാൽ ക്രോസായിട്ട് വെട്ടിയെടുക്കുന്ന 1.5 ഇഞ്ച് വീതിയിലുള്ള പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്തിരി സ്ട്രെച്ചബിൾ ആയിരിക്കും, അപ്പോൾ നമുക്ക് കർവായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വെച്ചടിക്കാൻ അത് ഈസി ആയിരിക്കും. ഇപ്പോൾ നല്ല വശമാണ് പുറത്തിരിക്കുന്നത്, ആം ഹോളിൻ്റെ മേലെ നല്ല വശം ഫേസ് ടു ഫേസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു 1/2 ഇഞ്ചാണ് ഞാൻ തുമ്പ് വിട്ടിട്ടുള്ളത്, അപ്പോൾ ആ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ആ പീസ് വെച്ചടിച്ചിട്ടുണ്ട്, 1/2 ഇഞ്ച് തുമ്പ് വിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ തുമ്പ് നമ്മൾ ഇങ്ങനെ സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് ആം ഹോളിൻ്റെ കൈക്കുഴിയുടെ ആ വളവ് വരുന്ന ഭാഗത്ത്, കർവ് വരുന്ന ഭാഗത്ത് പ്രത്യേകിച്ചും നന്നായിട്ട് സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകരുത്. അങ്ങനെ സ്ലിറ്റ് ഇട്ടതിന് ശേഷം നമുക്കിതിനെ ഉള്ളിലേക്കും മടക്കി അടിക്കണം. അതിനായിട്ട് ഇപ്പോൾ നമ്മൾ വെച്ച പീസ് തുമ്പിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വക്ക് മടക്കി ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി. അപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യം ഇട്ട സ്റ്റിച്ച് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കറക്റ്റ് മടക്കായിട്ട് എഡ്ജായിട്ട് വരിക. അപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി തുമ്പിനെ കവർ ചെയ്യുക, എന്നിട്ട് വീണ്ടും ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ട് നമ്മൾ മടക്കിയ വക്കിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നീറ്റായിട്ട് ആം ഹോളും കിട്ടും. അപ്പോൾ അങ്ങനെ 2 ആം ഹോളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മുന്നേ ഞാൻ ചുരിദാർ തുന്നുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇങ്ങനത്തെ 2 കസവ് പീസ് എടുത്തിട്ട് നല്ല വശമാണ് ഞാൻ ഫേസ് ടു ഫേസ് ഉള്ളിലേക്ക് വെച്ചിരിക്കുന്നത്, നല്ല വശമാണ്. 2 നല്ല വശങ്ങളും ഫേസ് ടു ഫേസ് ആവുന്ന രീതിയിൽ കസവാണ് ഞാൻ ഒരേപോലെ അതിൻ്റെ ലൈൻസ് വരുന്ന രീതിയിൽ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. കസവിൻ്റെ ആ നൂലിൻ്റെ ഇഴകൾ ഒരേപോലെ വരുന്ന രീതിയിലാണ് രണ്ടും വെച്ചിട്ട് പിൻ ചെയ്യുന്നത്. ഇനി ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതായത് വീതിയിലൊരു കസവ് പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിവർത്തി നോക്കിയാൽ നമുക്കിങ്ങനെ ഇത്രയും വീതിയിലുള്ള അതിൻ്റെ ഡബിൾ വീതിയിലുള്ള കസവ് പീസ് കിട്ടി. ഇനി അതിന് സർക്കിളായിട്ട് നമുക്കതിനെ ഒരു പാറ്റേൺ പോലെ ഒരു മോട്ടീഫ് പോലെ എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ 3 ഇഞ്ച് റേഡിയസിൽ 1/4 ഇഞ്ച് തുമ്പും, അങ്ങനെ 3.25 ഇഞ്ചാണ് ഈ മൊത്തം സർക്കിളിൻ്റെ റേഡിയസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 3.25 ഇഞ്ച് റേഡിയസിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സർക്കിള് നമ്മൾ ഈ കസവിൻ്റെ നല്ല വശത്തിൻ്റെ മേലെയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ നന്നായി പരത്തി ചേർത്ത് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് 1/4 ഇഞ്ച് സീം അലവൻസിൽ ഒരു പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചുറ്റും വട്ടത്തിൽ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഒരു ചെറിയ ഗ്യാപ്പ് വിടുന്നുണ്ട്, നല്ല വശത്തിനെ പുറത്തേക്ക് മറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കിയെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതാണ്, ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ബാക്കിയൊന്നും ആവശ്യമില്ല, നമുക്ക് ആ സർക്കിൾ മാത്രമേ ആവശ്യമുള്ളൂ. 1/4 ഇഞ്ച് തുമ്പ് വിട്ട് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ഇട്ട് കഴിയുകയും ചെയ്തു. ഇനി നമുക്ക് ഇതിനെ നമ്മൾ വിട്ട ഹോളിലൂടെ മറച്ചെടുക്കുമ്പോൾ ഇത് ഫുൾ കർവല്ലേ, അപ്പോൾ മുഴുവനായിട്ടും സർക്കിളിൻ്റെ എല്ലാ സൈഡിലും സ്ലിറ്റ് ഇട്ട് കൊടുത്താൽ മാത്രമേ വൃത്തിയായിട്ട് മറച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കത് വൃത്തിയായിട്ട് മറഞ്ഞു കിട്ടില്ല. അപ്പോൾ ഫുൾ സ്ലിറ്റ് ഇട്ടതിന് ശേഷം ഹോളിലൂടെ മുഴുവൻ മറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് വക്ക് നല്ല വൃത്തിയിൽ വെച്ച് അയൺ ചെയ്തെടുക്കുക. നമ്മളിട്ട സ്റ്റിച്ചായിരിക്കണം നമ്മുടെ സർക്കിളിൻ്റെ എഡ്ജ്. അപ്പോൾ അങ്ങനെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ടോപ്പിൻ്റെ മേലെ വെക്കണം. അപ്പോൾ ഫ്രണ്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മുടെ ടോപ്പിൻ്റെ പാർട്ട്. എന്നിട്ട് ആ ഫ്രണ്ട് പാർട്ടിൻ്റെ നടുക്ക് വെർട്ടിക്കലി ഞാനൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എത്ര ഇറക്കത്തിലാണ്, 10.5 ഇഞ്ച് ഇറക്കത്തിലാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പൊസിഷൻ നമുക്ക് ഫിക്സ് ചെയ്യാം, മേല് വെച്ച് അളന്ന് നോക്കുക. എന്നിട്ട് നമ്മുടെ ഈ സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ 4ആയി മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്കർ വെച്ചിട്ട് ചോക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സെൻറ്റർ പോയിൻറ്റും നമ്മുടെ ഡ്രസ്സിൽ മാർക്ക് ചെയ്ത ടോപ്പിൽ മാർക്ക് ചെയ്ത പോയിൻറ്റും കൂടെ മാച്ച് ചെയ്യുന്നതും, അതേപോലെ നമ്മുടെ കസവിൻ്റെ നടുക്കൊരു സ്റ്റിച്ച് വരുന്നില്ലേ, ആ സ്റ്റിച്ചിനെ വെർട്ടിക്കലി വരുന്ന രീതിയിലും വെച്ചിട്ടാണ് ഞാൻ ഇനി ഇത് പിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നന്നായിട്ട് സെക്യൂർ ചെയ്ത് പിൻ ചെയ്ത് വെക്കുക. എന്നാൽ പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഇളകുകയോ ചെരിയോ നീങ്ങുകയോ ഒന്നും ചെയ്യുന്ന പ്രശ്നം വരുന്നില്ല. അപ്പം നന്നായിട്ട് ഇളകില്ല എന്ന് ഉറപ്പ് വരുന്ന അത്രയും പിൻസ് വെച്ച് കൊടുക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗോൾഡൻ യെല്ലോ ത്രെഡ് കൊണ്ട് ഈ നമ്മുടെ ഹോളും കവറാവുന്ന രീതിയിൽ ഫുള്ളായിട്ട് സർക്കിളിൻ്റെ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഒരൊറ്റ സ്റ്റിച്ച് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ പിൻവശം ഇത്രയാണ് വരുന്നത്. വളരെ നീറ്റായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും.
ഇനിയിപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ലൈനിങ് ചേർക്കാതെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതങ്ങനെ ഒരുമിച്ച് ലൈനിങ്ങും അതിൻ്റെ ഇടയിൽ ഇളകി കളിക്കേണ്ട പറഞ്ഞ് ഒരുമിച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഇനി ബോഡി ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിലൂടെ നമുക്ക് ബോഡി ഫിറ്റിംഗ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് രണ്ട് സൈഡിൽ നമുക്ക് ഒരുപോലെ ചെയ്യണം. 1.5 ഇഞ്ച് വീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മാർക്ക് ചെയ്തത് നമ്മൾ ലൈനിങ്ങിൻ്റെ പുറത്തും വേണമെങ്കിൽ ഒന്ന് ട്രേസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ സ്ലിറ്റിൻ്റെ പോയിൻ്റ് വരെ മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ വിട്ടേക്കുക. ഇപ്പോൾ ഇതാ ഞാൻ രണ്ടും സ്റ്റിച്ച് ചെയ്തു, സ്ലിറ്റും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ലിറ്റ് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഓൾറെഡി ഞാൻ ചുരിദാറിൻ്റെ വീഡിയോ ഇട്ടത് ഞാൻ ലിങ്ക് ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ അത് നോക്കിയാൽ കുർത്ത സ്റ്റിച്ചിങ്, ബേസിക് കുർത്ത സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ അറിയാൻ പറ്റും. അതിന് ശേഷം എന്താ അടിഭാഗം ഇങ്ങനെ ആ 1 ഇഞ്ച് തുമ്പ് വിട്ടത് ജസ്റ്റ് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഫുള്ളായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടോപ്പ് നല്ല വൃത്തിയായിട്ട് തന്നെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ടോപ്പ്, ഇതിപ്പോൾ ഫുൾ ലെങ്ത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുരിദാറിൻ്റെ ലെങ്ത്തിലോ ഗൗണിൻ്റെ ലെങ്ത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഈ ഒരു ടോപ്പ് എൻ്റെ കയ്യിലുള്ള കോമ്പിനേഷൻ ചെയ്യാൻ പറ്റുന്ന സ്കേർട്ട് പാൻസും ഒക്കെ വെച്ചിട്ട് എങ്ങനെ പെയർ ചെയ്യുന്നു എന്നുള്ളത് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടൻറ്റ് അതാണ്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ ഇങ്ങനെ ഒരു ടോപ്പ് ഉണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെയർ ചെയ്ത് നോക്കിയതാണ്. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. പ്രത്യേകിച്ച് ഇതിൽ കളേഴ്സൊന്നും വരാത്തത് കൊണ്ട് ഇത് ഏത് കളറിൻ്റെ കൂടെയും നല്ല മാച്ചിങ് ആയിട്ട് തന്നെ വരും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ മെറ്റീരിയൽ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും. പഴയ വേഷ്ടിയോ സെറ്റ് സാരിയോ ഒക്കെ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റാതെ ഇരിക്കുന്നതൊക്കെ പലരുടെയും കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർക്കിളോ വേറെ ഷേപ്സോ ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ പല രീതിയിലും നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യാം. ആൻഡ് ഇത് വേറെ ഉള്ളതിൻ്റെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഭംഗിയാണ്, ഒരു പ്രത്യേക ലുക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണേ. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, നേരിട്ട് വീഡിയോയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.